വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുക്കർ വെച്ച് എണ്ണ ചൂടാക്കി ആദ്യം ഒരു പച്ചമുളക് ഇട്ടെടുത്തു. പിന്നെ അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ബ്രൗൺ കളറാവുമ്പോൾ അരിഞ്ഞ് വെച്ച ഉള്ളിയാണ് കേട്ടോ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചപ്പാത്തി, പൂരി, വെള്ളപ്പം എല്ലാത്തിൻ്റെ കൂടെയും പോകുന്നൊരു ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അധികം എരിവൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ഉള്ളി ഇട്ടതിന് ശേഷം ഒരു പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. പലരും പല രീതിയിലാവില്ലേ ഇത് ഉണ്ടാക്കുക. ഞാനിങ്ങനെയാണ് കേട്ടോ. ആദ്യം എണ്ണയൊക്കെ വെച്ച് ഉള്ളിട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറ്. പിന്നെ തൂമിക്കൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരുമല്ലോ, അതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് ഇതാ നമ്മൾ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നു കേട്ടോ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ളൂ ചേർത്ത് കൊടുത്തിട്ട്, അധികം എരിവില്ലാതെ വെക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം എരിവൊന്നും ചേർക്കണില്ല. 3 വിസിലടിച്ചതിന് ശേഷം ആവി കളഞ്ഞിട്ട് വീണ്ടും ഒരു വിസിലും കൂടെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ നമ്മളെ കറി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് തേങ്ങ അരച്ചതാണ് കേട്ടോ. അപ്പോൾ 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങയിൽ കുറച്ച് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അധികം കളറ് തോന്നണില്ല, പക്ഷെ ശരിക്ക് നല്ല യെല്ലോ കളറായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.